ഈ ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഭവത്തിന്, ഈ ഇലുമിനാറ്റി എന്ന് പറയുന്ന ആ ഒരു സീക്രട്ട് സൊസൈറ്റി, ഒരു 13 പേരടങ്ങുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയാണ്. ഇന്ന് ആ 13 പേരാണ് ഈ ലോകക്രമത്തെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലുമിനാറ്റി എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റി, അവർ പറയുന്നത് നിങ്ങൾ ലോകം ഭരിക്കേണ്ടവരാണ് എന്നവരുടെ മക്കളെ പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ 250 വർഷമായി അവർ ഈ ലോകക്രമത്തെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വയാഗ്രയുടെ ഓണർ ആരാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രൗൺ കോർപ്പറേഷനിലേക്ക് നമ്മൾ ചെല്ലും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ റോയൽ സൊസൈറ്റിയിലേക്ക് ചെല്ലും. ഇങ്ങനെ അവസാനം നമ്മൾ സെർച്ച് ചെയ്ത് ഇതൊരു 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങപ്പെടുന്ന ടൂൾ എന്ന് പറയുന്നത് വയാഗ്രയാണ്. ആളുകൾക്ക് വേണ്ടത് ഊർജ്ജമാണ്. നമ്മുടെ നാഡീ ഞരമ്പുകളെ എല്ലാം തന്നെ ഉറക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന വയാഗ്ര എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ട് ആ വയാഗ്രയിലൂടെ ആ ഉറങ്ങി കിടക്കുന്ന സെല്ലുകളെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണർവുണ്ടാക്കുക. അതാണ് വയാഗ്രയിലൂടെ വളരെ പരിമിതമായ സമയത്തേക്ക് ഒരു സുഖത്തിന് വേണ്ടി, ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഉണർവിന് വേണ്ടിയാണ് ആളുകൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. സാറ് പറഞ്ഞു ലാവ് ഓഫ് കോൺഷ്യസ്നെസ് നിന്ന് അപ്പം ബോധത്തിലേക്ക് ചെന്ന് ചേരാനുള്ള ഒരു വഴി മാത്രമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സാധാരണപ്പെട്ട ഒരാളെ സംബന്ധിച്ച്, ഒന്നുമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ വർക്കാവുന്നത്? ആളുകൾ ഇപ്പോൾ ഏതൊരാളും നമ്മളെല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യമല്ല. പല ആളുകളും അവരുടെ രൂപപ്പെടുത്തുന്നത് അവരുടെ ജീവിതത്തിലെ പാസ്റ്റ് ഈവൻസ് ആണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തരും, മോനെ നീ പുറത്തെങ്ങും പോവല്ലേ, നീ ഈ വീടിനുള്ളിൽ എപ്പോഴും ഈ വീടാകുന്ന 4 ചുവരുകൾക്കുള്ളിൽ നീ കഴിഞ്ഞുകൂടണമെന്നുള്ള രീതിയിൽ നമ്മളെ വളർത്തപ്പെടുന്നു. എന്നാൽ അതിന് പുറത്തേക്ക് പുതിയ സാധ്യതകളിലേക്ക്, പുതിയ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമുക്ക് പോകുന്നതിന് അനുവദിക്കാത്ത കുറേ ബ്ലോക്കുകളാണ് എന്നെയും രാഹുലിനെയും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ ഒരു സെർച്ചിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയത്, ലോകം ഭരിക്കപ്പെടേണ്ടവനാണ് എന്ന് അതായത് ഒരു അമ്മ ഗർഭിണിയാകുമ്പോൾ തന്നെ ആ കുട്ടിയെ ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മോൾഡ് ചെയ്യിക്കുന്ന ഒരു ലേണിംഗ് സിസ്റ്റമാണ് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ പറയുന്ന ഈ മാനസിക ആരോഗ്യത്തിൻ്റെ മരുന്നുകളെക്കുറിച്ചും ഈ പ്രത്യേകിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഊർജ്ജ മേഖലയാണ്. ആളുകളുടെ ഊർജത്തിൻ്റെ ഉണർവിൻ്റെ മരുന്നുകളെക്കുറിച്ച് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളിനോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അവിടെ 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങപ്പെടുന്ന ടൂൾ എന്ന് പറയുന്നത് വയാഗ്രയാണ്. ആളുകൾക്ക് വേണ്ടത് ഊർജ്ജമാണ്. ആ വയാഗ്രയുടെ ഓണർ എന്ന് പറയുന്ന, അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് റോയൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ക്രൗൺ കോർപ്പറേഷൻ എന്ന് പറയും. US ബേസ്ഡ് ആണെങ്കിലും അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇസ്രയേൽ ബേസ്ഡ് ആണ്. ഇസ്രയേലിൽ നിന്ന് നാട് കടത്തപ്പെട്ട 13 ഫാമിലിയിൽപ്പെട്ട ഇലുമിനാറ്റി എന്ന് പറയുന്ന ആളുകളുടെ കണ്ടെത്തലാണ് ഈ വയാഗ്ര എന്ന് പറയുന്ന ആളുകളുടെ ഉണർവിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ? ഇത് കൃത്യമായതാ ഞാൻ പറയുന്നേ. ഒരേ സമയത്ത് തന്നെ നമ്മളെ ഉറക്കിക്കിടത്തുകയും ഉറക്കിക്കിടത്താൻ ഒരേ മരുന്ന് തരികയും അതേപോലെ തന്നെ നമ്മൾ ഉണർത്താനുള്ള മരുന്ന്, നമ്മളെപ്പോഴും ഒരു അഡിക്ഷനിലേക്ക്, ഒരു മന്ദതയിലേക്ക് നമ്മളെ നിലനിർത്തുക എന്നുള്ള ഒരു കോർപ്പറേറ്റ് കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മുടെ യുവതലമുറയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ വൈറ്റൽ എനർജി ഉണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ പ്രാണ ഊർജവും ഈ ജീവൽ ഊർജവും ഈ വൈറ്റൽ എനർജി ഉണ്ട്. ഇതിനെ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ബോഡിയിൽ കൂടി, നമ്മുടെ നാഡീ ഞരമ്പുകളിൽ കൂടി നമ്മുടെ ഈ
രക്തക്കുഴലുകളിൽ കൂടി എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്തണം, എങ്ങനെ ഇത് ചാനലൈസ് ചെയ്യണമെന്ന് നമുക്ക് പലർക്കും പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറമേയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോറിൻ മാർട്ട്, പുറത്തു നിന്നുള്ള സാധനത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണരാൻ ശ്രമിക്കുകയാണ്. യങ്സ്റ്റേഴ്സ് ആവുമ്പോൾ ഇതുപോലുള്ള ട്രാൻസ് പോലെയുള്ള കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ അവർ പോകപ്പെടുന്നു. അല്ലാത്ത ആളുകൾ ഈ മരുന്ന് ഇതൊരു സത്യത്തിൽ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാഡീ ഞരമ്പുകളെ എല്ലാം തന്നെ ഉറക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സ്ലീപ്പിംഗ് പിൽസിൻ്റെ പ്രത്യേകത. മറ്റൊരു സൈഡിൽ അതേ മരുന്നിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ, വയാഗ്ര എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ട് ആ വയാഗ്രയിലൂടെ ആ ഉറങ്ങി കിടക്കുന്ന സെല്ലുകളെ, ആ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇംപ്രിൻ്റായി കിടക്കുന്ന യഥാർത്ഥമായ തനിമയെ അതിനെ ഉണർത്താതെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണർവുണ്ടാക്കുക. അതാണ് വയാഗ്രയിലൂടെ അന്ന് വളരെ പരിമിതമായ സമയത്തേക്ക് ഒരു സുഖത്തിന് വേണ്ടി, ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഉണർവിന് വേണ്ടിയാണ് ആളുകൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഈ പറയുന്ന ഇവർ ഇലുമിനാറ്റി എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റി, അവർ പറയുന്നത് നിങ്ങൾ ലോകം ഭരിക്കേണ്ടവരാണ് എന്നവരുടെ മക്കളെ പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ 250 വർഷമായി അവർ ഈ ലോകക്രമത്തെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ChatGPT-യോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ചോദിച്ചാൽ അത് തരുന്നു. നേരത്തെ ഗൂഗിളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പോൾ ഗൂഗിൾ അടക്കം അതിൻ്റെ ഓണറാണ്. അവർ എന്ത് വിവരങ്ങൾ തരണമെന്ന് തന്നെ നിശ്ചയിക്കുന്നവരാണ്. അപ്പം അത്രയ്ക്ക് നമ്മുടെ ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും ഈ ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഭവത്തിന്, ഈ ഇലുമിനാറ്റി എന്ന് പറയുന്ന ആ ഒരു സീക്രട്ട് സൊസൈറ്റി, ഒരു 13 പേരടങ്ങുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയാണ്. ഇന്ന് ആ 13 പേരാണ് ഈ ലോകക്രമത്തെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ 13 പേര്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ വയാഗ്രയുടെ ഓണർ ആരാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രൗൺ കോർപ്പറേഷനിലേക്ക് നമ്മൾ ചെല്ലും. അവിടെ നിന്ന് നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ റോയൽ സൊസൈറ്റിയിലേക്ക് ചെല്ലും. ഇങ്ങനെ അവസാനം നമ്മൾ സെർച്ച് ചെയ്ത് ഞാനിത് അന്വേഷണം നടത്തിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. കാരണം ഇതൊന്നും ഒരു സാധാരണ മനുഷ്യൻ അന്വേഷണം നടത്തിയാൽ ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാരണം ഈ പറയുന്ന ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള ഈ റോയൽ സൊസൈറ്റി ഇന്ന് ഈ മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മാനസിക അസ്വാസ്ഥ്യം നേരിട്ടാൽ, എന്തെങ്കിലും ഒരു വിഭ്രമം നേരിട്ടാൽ, ഒരു ഉറക്കക്കുറവുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണുന്നു. ആ ഡോക്ടർ അപ്പോൾ തന്നെ നമുക്ക് പ്രതിവിധിയായി നമുക്ക് പനിക്ക് പാരസെറ്റമോൾ എഴുതുന്നത് പോലെ പ്രതിവിധിക്ക് ചിലപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കേട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ ഡോക്ടർ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയെ, നമ്മുടെ നാഡീ ഞരമ്പുകളെ ഉറക്കുന്നതിനുള്ള മരുന്ന്, സ്ലീപ്പിംഗ് പിൽസ് തന്ന് നമ്മളെ പറഞ്ഞു വിടുക ചെയ്യുന്നത്. അതുവഴി നമ്മൾ പൂർണ്ണമായിട്ടും ഉറക്ക അവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു നിദ്രയിലേക്ക്, അഗാധമായ നിദ്രയിലേക്ക് നമ്മുടെ കോശങ്ങളെയെല്ലാം തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ, നിശ്ചലമാക്കുന്ന തരത്തിലേക്ക് നമ്മളൊരു ഉറക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തോട്ടാണ്. ആളുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് പല ആളുകളും പറയുന്ന ഒരു കാരണം, എനിക്ക് ഉറക്കാൻ കഴിയുന്നില്ല, രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഒരേ ചിന്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചിന്തിച്ച അതേ ചിന്തകൾ തന്നെയാണ് മിനിഞ്ഞാന്നും ചിന്തിച്ചത്, മിനിഞ്ഞാന്നും ചിന്തിച്ച അതേ ചിന്തകൾ തന്നെയാണ് നാലാം നാളിലും ചിന്തിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ്, ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചിന്ത എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്, പ്രാപഞ്ചികമാണ്. ആ ചിന്ത ഉണ്ടാവുന്നു, നശിക്കുന്നു. ആ ചിന്തകൾ നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ ബ്രീത്തിങ്ങിലൂടെയാണ്. അപ്പം ആ തോട്ടിനെ നമ്മൾ തിങ്കിങ് ആക്കുകയാണ്. ആ ചിന്തകളെ നമ്മളൊരു തിങ്കിങ് ആക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ഒരു ചിന്ത വരുന്നു. ആ ചിന്തയെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നെഗറ്റീവ് ചിന്തകളാണ്. അങ്ങനെ അതായത് ശരിയും തെറ്റുമില്ല, നല്ലതും ചീത്തയില്ല. ഈ തോട്ട് ഇത് റിസീവറും ട്രാൻസ്മീറ്റർ മാതിരിയാണ്. നമ്മൾ റിസീവർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള തോട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഒരാളുടെ തലയിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു ദിവസം 1 ലക്ഷം 1.5 ലക്ഷം ചിന്തകൾ ഒരാളുടെ തലയിലൂടെ ഇങ്ങനെ
വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഫ്രീക്വൻസി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു അല്ലെങ്കിൽ എൻ്റെ നിഷേധാത്മകമായിട്ടുള്ള ഒരു ചിന്തയാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഗൂഗിളിലോട് സെർച്ച് ചെയ്യുന്ന പോലെ അതിനനുസരിച്ചുള്ള ചിന്തകൾ തുടർച്ചയായി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ ചിന്ത എന്ന് പറയുന്നതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ആ ചിന്തയെ അതിന്റെ വഴിക്ക് വിട്ടാൽ മതി, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ഇതിനെ ശരിയാക്കാൻ നമ്മൾ ആരാ? സൃഷ്ടി നമ്മളെ അല്ലല്ലോ, എവിടെ നിന്നോ വന്ന ഏതോ ഒരു ചിന്ത. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള ചിന്ത, നമ്മൾ മെഡിറ്റേഷൻ വിട്, ഒരു സാധാ മനുഷ്യൻ വെറുതെ ഇരുന്നാൽ തന്നെ, ഇപ്പൊ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും രാഹുല് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങൾ രാഹുലിന്റെ മനസ്സിലേക്ക് വരും. അതെ. അപ്പം അതിനെ നാച്ചുറലാണ്, അതൊരു സ്വാഭാവികതയാണ്. ഈ ചിന്ത എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മൾ അതിനെ ശരിപ്പെടുത്താൻ വേണ്ടി, കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ആവണോ ഇങ്ങനെ ആവണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ പോകുന്നതാണ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കുറേ തിങ്കിങ് ഇങ്ങനെ വരുമ്പോൾ ഓവർ തിങ്കിങ് ആയി വരും. നമ്മൾ രാത്രി കിടക്കാൻ നേരം ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം രക്ഷപ്പെട്ടു, ഞാൻ മാത്രമൊന്നും ആയില്ലല്ലോ. ഇതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ അവർക്ക് അവരുടേതായ സ്കില്ലുണ്ട്, നമുക്ക് നമ്മുടേതായ സ്കില്ലുണ്ട്. നമ്മുടെ ആ സ്കില്ലിൽ, നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത്. അപ്പം ആ തോട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് എന്താ ഗുണം? അതൊരു തോട്ട് മാത്രമാണ്. അതിന് നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ, രാഹുൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ രാഹുൽ അത് പുറത്തിറങ്ങി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? അതെ. എന്തെങ്കിലും എനിക്ക് സക്സസ്ഫുൾ ആവണം, എനിക്കൊരു ബിസിനസ് ചെയ്യണം, ഞാൻ എന്താ ചെയ്യണ്ടേ? അതിൻ്റെ സാധ്യതകളെ കുറിച്ച് ഞാൻ ആരായണം. എവിടൊക്കെ അതിന് ഒരു ബിസിനസ് ചെയ്യുന്നതിന് ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന് എന്തൊക്കെ സ്കില്ല് വേണം, അതിന് ബേസിക്കായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ഞാൻ അന്വേഷണം നടത്തണം. അന്വേഷിച്ചിട്ട് അത് തേടൽ നടത്തി അത് കിട്ടുന്ന അറിവുകൾ നേടി അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണം, ആക്ഷൻ ചെയ്യണം. ഇപ്പം ചെയ്യുന്നത് 90% കാര്യങ്ങളും അകത്തിട്ട് പ്രോസസ്സ് ചെയ്യുക, ഓവർ തിങ്കിങ് ചെയ്ത് കളയുക. അതായത് 90% ഇന്നറിലിട്ട് രാഹുൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് രാഹുൽ എന്ത് ഗുണം? ഇന്നലെയും രാഹുൽ ഇതേ പണിയാ ചെയ്തേ, മിനിഞ്ഞാന്നും ഇത് തന്നെയാ ചെയ്തേ, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ? കഴിഞ്ഞ മാസവും ഇത് തന്നെയാ രാഹുൽ ചെയ്തേ, ഒരു വർഷത്തിന് മുമ്പും രാഹുൽ അതേ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രോസസ്സിൽ നിന്ന്, ആ ചിന്തയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലായിട്ട് ചെയ്യണം, ആരോടെങ്കിലും ചെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് ഫോൺ വിളിച്ച് ചോദിക്കണം, ചേട്ടാ ഒരു ബിസിനസ് ചെയ്യുന്നതിന് എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത ആളുകളെ പോയി കാണണം. അതിന് നമ്മൾ ഫിസിക്കലായിട്ട് നടന്നു പോകേണ്ടി വരും, ചിലപ്പോൾ ഫോൺ വിളിക്കേണ്ടി വരും. ഇത് പുറമേ നടക്കുന്ന കാര്യമാണ്. എൻ്റെ കൈ കൊണ്ടോ കാല് കൊണ്ടോ ചെയ്യുന്നതാണ് പുറമേ ഉള്ള കാര്യം. അകം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടാണ്. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലിട്ട് ഇങ്ങനെ ഇവനെ ഇട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മൾ അതിങ്ങനെ ബലൂൺ വീർക്കുന്ന പോലെ അതിന് എനർജി കൊടുത്തുകൊണ്ട് ഒരു യൂസും ഇല്ല. ഈ തോട്ട് ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. അത് യൂണിവേഴ്സലാണ്. ഉണ്ടായപ്പോൾ തന്നെ അത് ഏതൊരാളും ഉണ്ടാകുന്നത് പോലെ തന്നെ നശിച്ചു പോകണം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് പോകണം, ലിബറേഷനാണ് ആഗ്രഹിക്കുന്നത്, മുക്തിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിത് ഉള്ളിലേക്ക് വന്ന പ്രോസസ്സിനെ നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ തിങ്കിങ് ആക്കി അവസാനം ഇതൊരു ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അവസാനം ഈ പറയുന്ന സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ച് കഴിച്ച് നമ്മൾ പൂർണ്ണമായും ഒരു ഉറക്കത്തിലേക്ക് പോകുന്നത് വരെ ഈ ചിന്ത നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കും. ഈ സബ്സ്റ്റൻസിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിൽ നിന്നും മാറണമെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. തോട്ട് എന്താണ്, തിങ്കിങ് എന്താണ് നമ്മൾ അറിയണം. തോട്ട് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പ്രോസസ്സാണ്. തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന എനർജിയാണ്. ഇത് രണ്ടാണ്. തോട്ട് വേറെ, തോട്ടെന്ന് പറയുന്ന ഒരു ചിന്ത മാത്രമാണ്, മറ്റേത് ചിന്തിക്കലാണ്. തോട്ടെന്ന് പറയും, ഇപ്പൊ എനിക്ക് 1 ലക്ഷം രൂപ വേണം, ഞാനപ്പം എനിക്ക് വേണം എന്നുള്ളത് ഒരു തോട്ടാണ്. ഞാൻ എനിക്ക് 1 ലക്ഷം രൂപ വേണം, എനിക്ക് 1 ലക്ഷം രൂപ വേണം, എനിക്ക് 1 ലക്ഷം വേണമെന്ന് ഞാൻ അകത്തിട്ട് ചിന്തിച്ച് എൻ്റെ ഉള്ളിലെ മനസ്സിലിട്ട് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ അതിനെന്ത് ചെയ്യണം? പുറമേ ആരെടുത്തെങ്കിലും വാവിട്ട് ചോദിക്കണം, ഫോൺ എടുത്ത് ഡയൽ ചെയ്യണം, അത്രയെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യണ്ടേ? അതാണ് ആക്ഷൻ. ഈ അകത്ത് ചെയ്യുന്നതാണ്
ഞാൻ പറയുന്നത് അകത്ത് അകം, പുറമേ ഉള്ളത് പുറം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ അകത്ത് 90% ഇട്ട് 10% പിന്നെ പുറമേ ചെയ്തുകൊണ്ട് ഒരു റിസൾട്ടും ഇല്ല. അകത്ത് 10 എനിക്ക് 1 ലക്ഷം രൂപ വേണമെന്നുള്ള ഒരു തോന്നലുണ്ടായി, ഒരു തോട്ടുണ്ടായി, അത് നാച്ചുറലാണ്. എനിക്കൊരു വീട് വെക്കണമെന്നൊരു തോട്ടുണ്ടായി, എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നൊരു തോട്ടുണ്ടായി, എനിക്ക് സക്സസ്ഫുൾ ആവണമെന്ന് പറയുന്നൊരു തോട്ടുണ്ടായി, എനിക്കൊരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നൊരു തോട്ടുണ്ടായി, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ അച്ചീവർ ആവണമെന്നൊരു തോട്ടുണ്ടായി. ആ തോട്ട് മാത്രം ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ അവർ അംബീഷൻ അതായിരിക്കില്ലേ? എന്തും ആയിക്കോട്ടെ, ആ ചിന്തയെ അവർ തിങ്കിങ് ആക്കുക, ചിന്തിക്കലാക്കി വെച്ചിരിക്കുക. പറഞ്ഞു മനസ്സിലായോ? അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു നല്ല തോട്ട് അത് സ്വാഭാവികമായ ഒന്നാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ, ഇന്നറിൽ, നമ്മളെല്ലാം നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെയൊക്കെ തോട്ടുകൾ വരും. അത് യൂണിവേഴ്സലാണ്. അത് നമ്മൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പിന്നെ അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന തോട്ടിനെ നമ്മൾ ബോധപൂർവം കോൺഷ്യസ് ആയി എന്താണ് ചിന്ത, എന്താണ് ചിന്തിക്കൽ, എന്താണ് തോട്ട്, എന്താണ് തിങ്കിങ് എന്നുള്ള ബോധത്തോടു കൂടി ഇത് തോട്ടാണ്, ഇത് തിങ്കിങ് ആണ് എന്ന് തിരിച്ചറിവോടുകൂടി ഇരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അല്ലാതെ ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ ജീവിതം പാഴാക്കാനുള്ളതല്ല, നമ്മൾ പ്രവർത്തിക്കാനുള്ളതാണ്. എന്നാൽ തോട്ടും വേണം. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു തോട്ട് അതൊരു ക്രിയേറ്റീവായിട്ടുള്ള, ആ ക്രിയേറ്റീവിലേക്ക് അതിനെ മാറ്റുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി ഉള്ളിലുണ്ടാകുന്നൊരു വിത്ത്. ആ വിത്തിന് നമ്മൾ എന്ത് വേണം? നമ്മുടെ ഉള്ളിലുണ്ടായ വിത്ത്, നമ്മുടെ ഉള്ളിലുണ്ടായ ഒരാശയം, ആ ആശയത്തിന് എന്ത് വേണം? ഒരു മണ്ണിൽ കൊണ്ടുവന്ന് പാകണം. ആ മണ്ണിൽ പാകുന്നതോടൊപ്പം തന്നെ മണ്ണിളക്കി കൊടുക്കണം. അതിൽ ചില ആളുകളില്ലേ, ഇപ്പൊ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് സക്സസ് ആവുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പം അവർക്ക് ചിന്തയുണ്ട്, പ്രവൃത്തിയുണ്ട്, പക്ഷെ ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാലും ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും ലൈഫിൽ രക്ഷപ്പെടാൻ. അതാ ഞാൻ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു വിത്ത് പാകി, എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു വിത്ത് പാകി, അതിനെന്ത് ചെയ്യണം? ആ മണ്ണ് ഇളക്കി കൊടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം, സമയാസമയങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം, സൂര്യപ്രകാശം കിട്ടണം. ഇത്രയും ഈ 3 പ്രോസസ്സ് നടന്നാൽ മാത്രമേ അതൊരു ചെറിയൊരു ആ വിത്തിൽ നിന്നൊരു ചെറിയ നാമ്പ് രൂപപ്പെടത്തുള്ളൂ. അപ്പം അത് പുറമേ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ ഉള്ളിലുണ്ടായ വിത്ത്, നമ്മുടെ ഉള്ളിലുണ്ടായ ആശയത്തെ അതൊരു വലിയ ഫലവൃക്ഷമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പുറമേ നമ്മൾ ചെയ്യണം. പല ആളുകളും സക്സസ് ആവാത്തതിൻ്റെ കാരണം അവർ കഠിനാധ്വാനം ചെയ്യാത്തത് കൊണ്ടല്ല, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ഊർജ്ജമില്ലാത്തത് കൊണ്ടല്ല. ഇത് എങ്ങനെ ഏത് രൂപത്തിൽ ഈ ഊർജ്ജത്തെ ചാനലൈസ് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. എന്താണ് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ അതിന് പറയുന്നൊരു ഉദാഹരണം, നാറാണത്ത് ഭ്രാന്തനെ പോലെ. രാവിലെ മുതൽ നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി ജീവിതമാകുന്ന യാത്രയിൽ ഇങ്ങനെ ഉരുട്ടി മുകളിലേക്ക് കയറ്റും. എന്നിട്ട് ആ കല്ല്, അപ്പം ഈ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആശയത്തെ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തയെ, നമ്മൾ ആ ചിന്തയെ അതിനെ ഉള്ളിലിട്ട് പ്രോസസ്സ് ചെയ്യാതെ, ഊർജം കൊടുക്കാതെ പുറമേ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് സക്സസ് ആവുന്നത്. അതിലേക്ക് എനർജി കൊടുക്കണം. ഇപ്പം നമ്മൾ കൊടുക്കുന്ന അകത്തേക്കാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, വളരെ സന്തോഷകരമായ, അബണ്ടൻസ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും.